പ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന ഒരുപാട് ചെടികളുണ്ട്, പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലേ. അതുപോലെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് തുളസിച്ചെടി, അതുപോലെ മൈലാഞ്ചി. ഇനി ഞാൻ കാണിച്ച മുക്കുറ്റിച്ചെടിയാണ്. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമുക്ക് സമൂഹത്തിൽ കൊടുക്കാവുന്ന ഒരു മെസ്സേജാണ് ഞാൻ ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ പറഞ്ഞു തരുന്നത്. നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് പുല്ലുകളുണ്ട്, നമ്മൾ കാണുന്നുണ്ട്, പുൽച്ചെടികൾ ഒരുപാട് കിളിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലൊക്കെ തന്നെയാണ് ഔഷധ സസ്യങ്ങളും കിളിക്കുന്നത്. അതുപോലെ നമ്മുടെ സസ്യങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വിഷാംശമുള്ള ചെടികളുമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ സമൂഹത്തിൽ ഗുണമുള്ള മനുഷ്യരും എങ്കിൽ നമുക്ക് ഒട്ടും ഗുണമില്ലാത്ത മനുഷ്യരുമുണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ പുൽച്ചെടികളാണെങ്കിൽ പോലും ഈ മുക്കുറ്റിയിൽ ഔഷധ ഗുണമുണ്ട്. അപ്പോൾ നമ്മളത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും അടുത്ത കാര്യമാണ്. പുല്ലുകളുണ്ടെങ്കിലും അതിലും ഔഷധമുള്ള ചെടികളുണ്ട്, അതിനെ മാത്രം നമ്മൾ സ്വീകരിച്ച് ബാക്കിയുള്ളതിനെ ഒഴിവാക്കുക.